പാക്കേജ് ഒരു വലിയ കബളിപ്പിക്കലാണ്. വാസ്തവത്തിൽ 20 ലക്ഷം കോടി രൂപയുടെ ഒരു പാക്കേജാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് പ്രഖ്യാപിച്ചത്. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളെ മുഴുവൻ തകിടം മറിക്കുന്ന പ്രഖ്യാപനമാണ് ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. ഈ പ്രഖ്യാപനം കാത്തിരുന്ന ജനങ്ങൾ പൂർണ്ണമായി നിരാശരായിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ സ്വാശ്രയത്വത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒന്നായിരിക്കും. കോവിഡിന്റെ മറവിൽ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയെ സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള നടപടിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഡിഫൻസ്, ബഹിരാകാശം, ആറ്റമിക് എനർജി, ഖനി വ്യവസായം തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളെല്ലാം സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുന്ന നടപടിയാണ് ഈ പ്രഖ്യാപനങ്ങളിലൂടെ കേന്ദ്ര ധനകാര്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ദേശസുരക്ഷയും രാജ്യ താൽപര്യങ്ങളും പൂർണ്ണമായി തകർക്കുന്ന നടപടിയാണ് ഈ പ്രഖ്യാപനങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഡിഫൻസ് പ്രൊഡക്ഷൻ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒന്നാണ്. നേരത്തെ BJP ഗവൺമെന്റ് 49% വിദേശ നിക്ഷേപം സ്വീകരിക്കാമെന്ന തീരുമാനമെടുത്തു. ഇപ്പോൾ അത് 74% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ രാജ്യത്തിന്റെ ഡിഫൻസ് പ്രൊഡക്ഷൻ അടക്കമുള്ള, ബഹിരാകാശം അടക്കമുള്ള, ആറ്റമിക് എനർജി അടക്കമുള്ള തന്ത്രപ്രാധാന്യം അർഹിക്കുന്ന എല്ലാ മേഖലകളും വിദേശ സ്വദേശി കുത്തകകൾക്ക് തീരെഴുതാനുള്ള ഈ നീക്കം ആപൽക്കരമാണ്, അപകടകരമാണ്, രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത് വിദേശ സ്വകാര്യ കുത്തകകൾക്ക് കൊള്ളയടിക്കാനുള്ള അവസരമാണ് ഈ പാക്കേജിലൂടെ കേന്ദ്ര ഗവൺമെന്റ് തുറന്നു കൊടുക്കുന്നത്. ഇത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയായിരിക്കും ചെയ്യുന്നത്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളായിരിക്കും ഈ നടപടിയിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ ഇത് പാർലമെന്റ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പാർലമെന്റ് ഇത്ര സുപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പാർലമെന്റിലാണ്. അതുപോലെ ഫെഡറലിസത്തിനെ തകർക്കുന്ന നടപടിയായി വേണം നമുക്ക് ഇതിനെ കാണുവാൻ. കാരണം സംസ്ഥാനങ്ങളുമായി ബന്ധമുള്ള നിരവധി വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നു. അപ്പൊ ഫെഡറൽ സംവിധാനത്തിന് ഒട്ടും യോജിച്ച നടപടിയല്ല ഇത്. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊള്ളേണ്ടതായിരുന്നു. അപ്പൊ കോവിഡിന്റെ മറവിൽ സ്വകാര്യ കുത്തകകളെ സഹായിക്കാനും വിദേശ കുത്തകകളെ ക്ഷണിച്ചുകൊണ്ടുവരുവാനുള്ള ഏറ്റവും വലിയ നീക്കമാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. വാസ്തവത്തിൽ നമ്മളൊക്കെ കരുതി എന്താണ്, ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ട്രാൻസ്ഫർ, നേരിട്ട് ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കുന്ന നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടത്. ആളുകളുടെ കയ്യിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അവരുടെ കയ്യിൽ പണമില്ല, തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ വരുമാനമില്ല. വരുമാനമില്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് വാങ്ങാനുള്ള ശക്തി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ
വാങ്ങാനുള്ള ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പാക്കേജ് പ്രയോജനപ്പെടുക എന്നായിരുന്നു നമ്മൾ കരുതിയത്. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് 6000 രൂപ ഒരു വ്യക്തിക്ക് നൽകത്തക്ക നിലയിലുള്ള പദ്ധതി വേണം എന്നുള്ളത്. ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധന്മാരുമായി ചർച്ച ചെയ്ത ശേഷമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ ആവശ്യം ഉന്നയിച്ചത്. ഏതാണ്ട് ഇന്ത്യയിലെ 60 മുതൽ 65% വരെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഈ ഡയറക്ട് ട്രാൻസ്ഫർ വേണം എന്നുള്ളതായിരുന്നു കോൺഗ്രസ് പാർട്ടി ആവശ്യം. ഇപ്പൊ ഈ പാക്കേജിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് വായ്പയാണ്. വായ്പ കൊണ്ട് പ്രയോജനം, കാരണം വായ്പ തിരിച്ചടയ്ക്കുന്നത്, വായ്പ അടയ്ക്കേണ്ടി വരുമ്പോൾ പലിശയും പിഴപ്പലിശയും ചേർത്ത് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് കൂടുതൽ ഭാരമായിരിക്കും ഇപ്പൊ തൊഴിൽ പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കാർഷിക മേഖല. കാർഷിക മേഖലയെ പൂർണ്ണമായി തഴഞ്ഞിരിക്കുക. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് കാരണം കർഷകർ പ്രതിസന്ധിയിലാണ്. റെമ്യൂണറേറ്റീവ് പ്രൈസസ് കിട്ടാത്തത് കൊണ്ട്, കൂലിച്ചെലവ് കൂടുതലായതുകൊണ്ട് പലരും കൃഷി തന്നെ ഉപേക്ഷിച്ചു പോയി. ഇന്ത്യ കണ്ടത് കഴിഞ്ഞ 2-3 വർഷമായി നമ്മൾ കാണുന്നത് വലിയ തോതിലുള്ള കാർഷിക ആത്മഹത്യകളാണ്. അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും കേന്ദ്ര പാക്കേജിൽ ഇല്ല എന്നുള്ളത് വളരെ ഗൗരവമായി നാം കാണേണ്ട ഒരു കാര്യമാണ്. സാധാരണക്കാരായ കർഷകർക്ക് പ്രയോജനം കിട്ടത്തക്ക നിലയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം അവരെയും വായ്പയുടെ ഉള്ളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം. ക്രെഡിറ്റ് ആൻഡ് അഡീഷണൽ ലോൺ, ക്രെഡിറ്റും അഡീഷണൽ ലോണും മാത്രമാണ് ഈ പാക്കേജിലൂടെ എടുത്തു പറയുന്ന കാര്യം. വേജ് സപ്പോർട്ട് ഇല്ല, ഇൻകം സപ്പോർട്ട് ഇല്ല, ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ല. ഇതൊന്നുമില്ലാതെ ക്രെഡിറ്റും അഡീഷണൽ ലോണും കൊടുത്തത് കൊണ്ട് മാത്രം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടാവില്ല. കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നു. 1955 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് നിലവിൽ. ആ ആക്ട് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. കാരണം ഒരു നിശ്ചിത സ്റ്റോക്കിൽ കൂടുതൽ വ്യാപാരികൾ കയ്യിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പോഴത് എടുത്തു കളഞ്ഞു. അപ്പൊ നാളെ കേരളത്തിലും ഇന്ത്യയിലും ഏത് വ്യാപാരിക്കും ഇഷ്ടം പോലെ സ്റ്റോക്ക് സൂക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവുകയാണ്. ഇത് കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനും വഴിതെളിക്കുന്ന ഒന്നാണ്. ഇന്ത്യയിലെ വൻകിട കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് വരാൻ പോകുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ അടുത്ത 2 വർഷത്തേക്ക് FCI ഗോഡൌണുകളിൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഇപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് രാജ്യത്തിന്റെ ഒരു വലിയ അസറ്റാണ്. ഇത്തവണ നമ്മുടെ വിളവെടുപ്പ് വളരെ നല്ല വിളവെടുപ്പായി. ഖാരിഫ് വിളവെടുപ്പും റാബി വിളവെടുപ്പും വളരെയേറെ മെച്ചപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ FCI ഗോഡൌണുകളിൽ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ നിലവിലുണ്ട്. ഈ നിയമ ഭേദഗതി വരുന്നതോടുകൂടി ആ FCI ഗോഡൌണുകൾ ശുഷ്കമാവുകയും രാജ്യത്തെ വൻകിട മുതലാളിമാർ സൗകര്യപൂർവ്വം കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനും നേതൃത്വം കൊടുക്കുകയും ചെയ്യും. അവരെ തൊടാൻ ഗവൺമെന്റ് കഴിയാത്ത അവസ്ഥയുണ്ട്. അതുപോലെയാണ് മൈഗ്രന്റ് ലേബർ. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതര സംസ്ഥാനങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ. അവരെല്ലാം ഈ കോവിഡ് കാലഘട്ടത്തിൽ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം.
അവർക്ക് ആ കൊടുത്ത് 5 കിലോ അരിയും 1 കിലോ പയറും. ആകെ അവർക്ക് ഒരു പ്രയോജനവും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതുപോലെയാണ് MSME. ബാങ്കിന്റെ വായ്പ മാത്രം കൊടുത്തത് കൊണ്ട് MSMEയുടെ പുനരുദ്ധാരണം ഉണ്ടാകില്ല. ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് വായ്പ എടുത്താൽ പഴയും പിഴപ്പലിശയും ചേർന്നതെല്ലാം തിരിച്ചടയ്ക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാൻ പോകും. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പാക്കേജ് മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ചെറുകിട കർഷകർ, അസംഘടിത തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ തെരുവോര കച്ചവടക്കാർ, സാധാരണക്കാർ, പാവപ്പെട്ടവർ, ഇവർക്കൊന്നും ഒരു പ്രയോജനവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ശ്രീ രാഹുൽ ഗാന്ധി പാവപ്പെട്ട മൈഗ്രന്റ് ലേബേഴ്സിനോടൊപ്പം ഇരുന്നതിനെ ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി കളിയാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളെ കണ്ടത് മാതൃകാപരമായ നടപടിയാണ്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. AICC അതിനാവശ്യമായ ഫണ്ട് നൽകാമെന്ന് പറഞ്ഞിട്ട് പല സംസ്ഥാനങ്ങളും അത് വേണ്ട എന്നാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെയും സാധാരണക്കാരെയും കൊണ്ടുവരാൻ വേണ്ടി സോണിയാഗാന്ധി പ്രഖ്യാപിച്ചതനുസരിച്ച് ഒരു പദ്ധതി തന്നെ നടപ്പാക്കുകയാണ്. 135 പേരാണ് വിവിധ ഘട്ടങ്ങളിൽ ഇതുവരെ ഈ തൊഴിലാളികൾ മരിച്ചത് എന്നുള്ള വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി ഇന്നലെ അങ്ങേയറ്റത്തെ അപഹാസ്യമായ നിലപാടാണ് സ്വീകരിച്ചത്. ഒരിക്കലും അവരോട് സിമ്പതി പ്രകടിപ്പിച്ച രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ആ നടപടിയിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ നല്ലതായിട്ട് തന്നെ ഞങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും. ഒന്ന്, തൊഴിലുറപ്പ് പദ്ധതി. മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു ആണ് തൊഴിലുറപ്പ് പദ്ധതി. 60,000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ. അതിനോടൊപ്പം ഇപ്പൊ 40,000 കോടി രൂപ കൂടി പ്രഖ്യാപിച്ചത് നല്ല കാര്യമാണ്. മഴക്കാലത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ പെട്ട ആളുകൾക്ക്, തൊഴിലാളികൾക്ക്, സാധാരണക്കാർക്ക്, സ്ത്രീകളടക്കമുള്ളവർക്ക് തൊഴിൽ ചെയ്യാനുള്ള 300 ദിവസം കൂടി നൽകുന്ന നടപടി സ്വാഗതാർഹം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന കേരളവും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെന്റും പ്രതിപക്ഷവും എല്ലാം ആവശ്യപ്പെട്ടതാണ് സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള പരിധി 3% നിന്ന് 5% ആക്കണം. GDP-യുടെ 3% നിന്ന് 5% ആക്കണം. അത് ആക്കാൻ തീരുമാനിച്ചത് നന്നായി. അതിന് പിന്നീട് അതിന് വ്യവസ്ഥ വയ്ക്കുന്നത് ശരിയല്ല. സംസ്ഥാനം തിരിച്ചടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന് വ്യവസ്ഥ വെക്കാനുള്ള നടപടി ശരിയല്ല. അത് വാങ്ങാനുള്ള അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങി ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷെ അതിന് പിന്നെ ഓരോ നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നതും ഒരിക്കലും ശരിയായ നടപടിയാണ്. പക്ഷെ GDP-യുടെ 3% നിന്ന് 5%ആക്കി വായ്പാ പരിധി ഉയർത്തിയ നടപടിയെ സ്വാഗതം ചെയ്യും. നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ കേന്ദ്ര പാക്കേജും കേരള പാക്കേജും ഏതാണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരേ നിലവാരത്തിൽ 20 ലക്ഷം കോടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ഇവിടെ 20,000 കോടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്, സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അപ്പൊ 20 ലക്ഷത്തിന്റെ കേന്ദ്ര പദ്ധതിയും 20,000 കോടി രൂപയുടെ സംസ്ഥാന പദ്ധതിയും രണ്ടും ജനങ്ങളെ കബളിപ്പിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ലോൺ എടുക്കാൻ പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കുടിശ്ശിക നൽകാനാണ് ഈ പദ്ധതിയിലൂടെ ശ്രമിച്ചത്. അപ്പൊ ലോൺ എടുക്കുക എന്നത് കേന്ദ്ര നടപടിയും കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന സംസ്ഥാന പദ്ധതിയുമാണ് നമ്മൾ കണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 56 ദിവസമായി കേരളത്തിൽ ലോക്ക്ഡൌൺ നിലനിൽക്കും. രാജ്യത്തുള്ള അതേ രീതിയിൽ ഇവിടെയും ലോക്ക്ഡൌൺ നിലനിൽക്കും.
വാസ്തവത്തിൽ ആളുകൾ പട്ടിണിയിലാണ്, ജനങ്ങൾ ദുരിതത്തിലാണ്. ആളുകൾക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സാധാരണക്കാരും പാവപ്പെട്ടവരും വലിയ പ്രതിസന്ധി ഇന്ന് കേരളത്തിൽ നേരിടുകയാണ്. ഇനി ഈ ലോക്ക്ഡൌൺ 30-ാം തീയതി വരെ നീട്ടുന്നു എന്നാണ് വാർത്ത വന്നത്. അപ്പോൾ ദാരിദ്ര്യവും പട്ടിണിയും വർദ്ധിക്കാനാണ് ഇല്ല. കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഏതാണ്ട് ഇപ്പൊ പൂർണ്ണമായും നിർമ്മിക്കുക. കാരണം പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക ശേഷിയില്ല, ഇനി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾക്ക് സാമ്പത്തിക ശേഷിയില്ല. സംസ്ഥാന ഗവൺമെന്റ് ഒരു പൈസയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി നൽകിയില്ല. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഒരു പൈസയും സംസ്ഥാനങ്ങൾക്ക് കൊടുത്തില്ല, സംസ്ഥാനങ്ങൾ പഞ്ചായത്തുകൾക്കും കൊടുത്തു. ഈ നിലയിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ മിക്കവാറും ശോഷിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കും. ചിലർക്കൊക്കെ ചെറിയ രീതിയിൽ നടക്കുന്നു. ആദ്യത്തെ ഒരു ആവേശമാണ്, കാരണം പഞ്ചായത്തുകളുടെ പറഞ്ഞു. ആദ്യം അവരോട് പറഞ്ഞ് തനത് ഫണ്ട് എടുക്കാൻ പറഞ്ഞു. തനത് ഫണ്ട് ഇല്ലാത്തവർ പിന്നെ പ്ലാൻ ഫണ്ട് എടുക്കാൻ പറഞ്ഞു. പ്ലാൻ ഫണ്ടും ഇല്ലാത്തവരോട് പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ പറഞ്ഞു. ഫലത്തിൽ ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സമയം. അതുപോലെ ജനകീയ ഹോട്ടലുകൾ, 2 ജനകീയ ഹോട്ടലുകളാണ് അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ല. കിറ്റുകൾ അർഹതപ്പെട്ടവർക്ക് ഇതുവരെ കിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടില്ല. കിറ്റിനെ പറ്റി ധാരാളം ആക്ഷേപങ്ങൾ വേറെ നിലനിൽക്കില്ല. പലവ്യഞ്ജന കിറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ആഴ്ചകളാണ് ഇതുവരെയും ആളുകൾക്ക് പൂർണ്ണമായി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ലോക്ക്ഡൌൺ നമ്മളും നിർത്താൻ ബാധ്യസ്ഥരായതുകൊണ്ട് കേന്ദ്ര പ്രഖ്യാപനം നമ്മൾ അംഗീകരിക്കണം. പക്ഷേ സംസ്ഥാനത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങൾക്ക് കൂടുതൽ സഹായം സംസ്ഥാന ഗവൺമെന്റ് നൽകാൻ തയ്യാറാണ്. ആളുകളുടെ കയ്യിൽ പണമല്ല. സംസ്ഥാനത്തെ 1000 രൂപയാണ് ക്ഷേമനിധിയിൽ നിന്ന് കൊടുത്തത്. വിവിധ ക്ഷേമനിധിയിൽ 1000 രൂപ കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ്. ആ ഒരു ക്ഷേമനിധിയിലും പെടാത്തവർക്ക് സഹായം കൊടുക്കും എന്ന് പറഞ്ഞ് ഇതുവരെ കൊടുത്തിട്ടില്ല, കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷെ നമുക്കറിയാമല്ലോ 1000 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ അത് മാത്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? കാരണം തൊഴിലാർക്കില്ല. ഡെയിലി തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പൈസയും കിട്ടുന്നു. വിവിധ കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ പിരിച്ചുവിടുന്നു. വാട്ടർ അതോറിറ്റി ഇപ്പൊ അവിടെ ഡെയിലി വേജസ് ആയി നിന്നിരുന്ന ധാരാളം ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞു ആരെയും പിരിച്ചുവിടില്ല, പക്ഷെ പിരിച്ചുവിടൽ തുടർന്നുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു വിലയുമില്ല. പ്രഖ്യാപനങ്ങളിൽ വാട്ടർ അതോറിറ്റിയിൽ നിരന്തരമായി ആളുകളെ പിരിച്ചുകൊണ്ടുകൊണ്ടിരിക്കുന്നു. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ആളുകളോട് വരണ്ടെന്ന് പറയുന്നു. അപ്പം മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യവും പട്ടിണിയും വർദ്ധിക്കുന്നു എന്നുള്ളത് ഗവൺമെന്റ് കാണാൻ തയ്യാറാകണം. സംസ്ഥാനത്തെ ജനങ്ങളുടെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തുന്ന നടപടികൾ അത് സംസ്ഥാന ഗവൺമെന്റ് ആലോചിക്കണം എന്നാണ് പറയാനുള്ളത്. നാളെ കോൺഗ്രസ് അതിനെ സംബന്ധിച്ച് KPCC വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കി സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിക്കും. അപ്പൊ ഫലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വിദേശ കുത്തകളെ സഹായിക്കുമ്പോൾ കേരളവും തന്നെ സ്പ്രിംഗർ പോലെയുള്ള വിദേശ കമ്പനികളെ കേരളത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന നടപടിയാണ് നമ്മൾ കാണുന്നത്. അവ കോവിഡിന്റെ മറവിൽ ഇപ്പോൾ ഏത് ജനവിരുദ്ധമായ നടപടിയും സ്വീകരിക്കാം എന്നുള്ള നിലയിലാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് മത്സരിക്കുന്നത്. ഇപ്പൊ റെയിൽവേയുടെ ചാർജ് കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുത്താൽ ഡൈനമിക് ആയിട്ടുള്ളത് റെയിൽവേയുടെ ടിക്കറ്റ് ചാർജ് വർദ്ധിക്കുക. ഇപ്പോൾ ഏറ്റവും വലിയ പരാതി വിദേശത്തു നിന്ന് വരുന്ന ആളുകൾക്കുള്ള എയർഫെയർ വിമാനയാത്ര കൂലി വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക. കേരള ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ചാർജ് മാനദണ്ഡമില്ലാതെ കൂട്ടുക. ആളുകളുടെ പരാതിയാണ് നോക്കി. ഇവിടെ എന്റെ ഈ എൻവയോൺമെന്റ് ഹൗസിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഈ സെന്ററിൽ ഏറ്റവും കൂടുതൽ പരാതി വരുന്നത്
ഇലക്ട്രിസിറ്റി ചാർജുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ പറയാ ഒരു കാരണവശാലും കൂടാൻ പാടില്ലാത്ത ഇലക്ട്രിസിറ്റി ചാർജ് മാനദണ്ഡമില്ലാതെ വർദ്ധിപ്പിക്കുക. ഇനി ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ പോകുക. അപ്പൊ ജനങ്ങളുടെ കയ്യിൽ പണമില്ല, അവർക്ക് ജോലിയെടുത്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ജനങ്ങളെ പിഴിയുന്ന നടപടിക്ക് യാതൊരു കുറവുമില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ജനങ്ങളെ പിഴിയുന്ന കാര്യത്തിൽ മത്സരിക്കുക. ഇന്ന് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ, അവരുടെ കാര്യം നമ്മൾ കുറെ നാളുകളായി പറയും. കേരള ഗവൺമെന്റ് ഒരാളിനെയും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടി സ്വീകരിച്ചു. ഇപ്പൊ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്തതിന്റെ ഫലമായി പഞ്ചാബിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് മലയാളികളായി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. കർണാടകത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് 16 ബസ് അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് DK ശിവകുമാറിന്റെ സഹായത്തോടെ, പാർട്ടിയുടെ സഹായത്തോടെ കൊണ്ടുവരാൻ. നമ്മുടെ സഹോദരന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. അവരവിടെ കിടന്ന് മരിച്ചോട്ടെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആരോഗ്യ പ്രോട്ടോകോൾ പാലിച്ച് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ ഇവിടെ ക്വാറന്റൈൻ ചെയ്യണം, അവർക്ക് സംരക്ഷണം ഉറപ്പാക്കണം. അവർക്ക് നമ്മുടെ കടമയാണ്. അതെല്ലാം ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ ഒരാളിനെ കൊണ്ടുവരാൻ ഇതുവരെ 1 രൂപ ചെലവാക്കിയിട്ടില്ല ഈ ഗവൺമെന്റ്. KSRTC ബസ്സിൽ നിന്ന് ആളെ കൊണ്ടുവരാൻ നമുക്ക് ചെന്നൈയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും ഒറ്റയാളെ കൊണ്ടുവരും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ അവരുടെ കുടുങ്ങിക്കിടന്ന ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി സ്വീകരിച്ച സമീപനം നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു. ഒന്നും ചെയ്തില്ല. വളരെ തെറ്റായ നടപടിയാണ്. ഇവിടെ ഇന്നിപ്പോ ധാരാളം ആളുകൾ, ഇപ്പൊ എന്റെ കയ്യിലെ ലിസ്റ്റുണ്ട്, വിവിധ രാജ്യങ്ങളിൽ, ഇന്തോനേഷ്യ 200 ഫാമിലികൾ ഷെഡ്യൂൾ, അവരെ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുക. USA അതുപോലെ തന്നെ 200 പേര് കുടുങ്ങിക്കിടക്കുക. അതിന്റെ ഓരോ ഡീറ്റെയിൽസ്. ബംഗ്ലാദേശ് ധാക്കയിൽ നിന്ന് മലയാളികളായിട്ടുള്ള ആളുകൾ 150 പേര് കുടുങ്ങിക്കിടക്കുക. അതുപോലെ തന്നെ കജക്കിസ്ഥാൻ 1200 ഇന്ത്യൻ സ്റ്റുഡൻസ്, അതിൽ 286 പേര് കേരളത്തിൽ നിന്നുള്ളവരാണ്. നൈജീരിയ 220 പേര്, ഇറാഖിൽ 12 മലയാളികൾ, ബസ്രയിൽ, മാൾട്ട 100 പേര് മലയാളികൾ. അതുപോലെ തന്നെ ഉക്രൈൻ, അവിടെ 50ഓളം മലയാളി സ്റ്റുഡൻസ്. സലാല, ഒമാനിലെ സലാല, അവിടെ ഫ്ലൈറ്റ് പോകുന്നില്ല. സലാലയിൽ ഏതാണ്ട് 100ഓളം ആളുകൾക്ക് തിരിച്ചു വരാൻ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുക. റഷ്യയിൽ നിന്ന് 150 വിദ്യാർത്ഥികൾ. ഞങ്ങളിത് കേന്ദ്ര ഷെഡ്യൂൾ ഉണ്ടാക്കി നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത് 14 രാജ്യങ്ങളിൽ നിന്നാണ് ഈ ആളുകൾ കുടുങ്ങിക്കിടന്നത്. ഞാൻ ചീഫ് സെക്രട്ടറിയോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ ലിസ്റ്റ് കൊടുക്കുക. ഞാൻ ലിസ്റ്റ് കൊടുത്തു. കേന്ദ്ര വിദേശകാര്യ വകുപ്പിൽ IFS ഓഫീസറായ ആശ ആന്റണി, അവരെയാണ് നോഡൽ ഓഫീസർ, മലയാളിയാണ്. അവർക്ക് ഞാൻ ഈ ലിസ്റ്റ് അയച്ചു. ഇത്രയും ആളുകൾ കുടുങ്ങിക്കിടക്കുക, ഇവരെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. നമ്മുടെ കയ്യിൽ വന്ന ഇൻഫർമേഷൻ, ഇവിടുത്തെ കൺട്രോൾ റൂമിൽ വന്ന ആ ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഞാൻ ഈ പട്ടിക തയ്യാറാക്കിയത്. അതുപോലെ തെലങ്കാനയിൽ, വെസ്റ്റ് ബംഗാൾ, ന്യൂഡൽഹി ഒക്കെ ധാരാളം ആളുകൾ കുടുങ്ങിക്കിടക്കുക. രാജസ്ഥാനിൽ, മധ്യപ്രദേശ്, UP ഇവരെ ഒന്നും കൊണ്ടുവരാനുള്ള ഒരു നടപടിയും നമ്മുടെ ഗവൺമെന്റ് ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളിത് അവരെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഇവരൊക്കെ മരണത്തിന് ദൂതന്മാരാണ്, ഇവരെ ആരും കൊണ്ടുവരും. അത് ശരിയാണ്. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പറയുമ്പോൾ നമുക്ക് അവരെ വേണമെന്ന് പറയുന്നത്. അവരെ കൊണ്ടുവന്ന് അവരെ ആരോഗ്യ പ്രോട്ടോകോൾ അനുസരിച്ച് നടപടിയുമായി പാസ് ഇല്ലാത്ത ഒരാളെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് അവിടുത്തെ ഗവൺമെന്റിന്റെ പാസും ഇവിടുത്തെ ഗവൺമെന്റിന്റെ പാസും ഉള്ളവരെ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. കള്ളക്കഥകൾ പ്രചരിപ്പിക്കും, വഴിയിലിറക്കി ഒരാളെ വഴിയിലിറക്കിയിട്ടുണ്ട്. ഇതൊക്കെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക. ഈ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിറവേറ്റാതെ, ഒരാളിനെ പോലും കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കാതെ കൊണ്ടുവരുന്നവരെ പരിഹസിക്കുകയും അവരെ കുറ്റം പറയുകയും
സൈബർ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തത് കൊണ്ട് പ്രയോജനമില്ല എന്നാണ് എനിക്ക് പറയാൻ. അവസാനമായി കേരളത്തിൽ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ്, കേരളത്തിലെ ബാർ റൂമുകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു മഹാരൻ അത് മാധ്യമങ്ങൾക്ക് പൂർണ്ണമായി അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സംസ്ഥാനത്ത് ബീവറേജസ് കോർപ്പറേഷനിലൂടെ 2018-19 12,400 കോടി രൂപയാണ് ഇനിയും ചില്ലറ വിൽപ്പന ബാറുകൾക്ക് നൽകിയാൽ ആ വരുമാനം ഇല്ലാത്ത. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം ഒരു സാമൂഹ്യമായ പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യം ബീവറേജസ് കോർപ്പറേഷനിൽ 20% കിട്ടുന്ന കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിനാ പോകുന്നേ. ഈ ചില്ലറ വിൽപ്പന ബാറുകളിലേക്ക് മാറിയാൽ 20% കമ്മീഷൻ ബാറ് നടത്തുന്ന ആളുടെ കയ്യിലേക്ക് പോയി. നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചാൽ എന്താണ് ഇവർക്ക് ഇതിന് പ്രയോജനം? 20% കമ്മീഷൻ പോകുന്നത് ഈ ബാർ നടത്തുന്ന ആളുടെ കയ്യിലേക്കാണ്. അപ്പോൾ ഇത് ഒരു സേവനമല്ല നടത്തുന്നത്, ഇതൊരു വലിയ അഴിമതിയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് അഴിമതിയാണ്. ഈ അഴിമതി എന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് സാമൂഹ്യ അകലം പാലിക്കാതെ ബീവറേജസ് ഔട്ട്ലെറ്റുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് രോഗവ്യാപനത്തിന് അവസരമുണ്ടാകും, അതുകൊണ്ട് അത് പൂട്ടണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, അതിലൊന്നും ഞാൻ മാറിയിട്ടില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? 20% സംസ്ഥാന ഗവൺമെന്റിന് കിട്ടേണ്ട കമ്മീഷൻ തുക ബാർ ഉടമകൾക്ക് കൊടുത്ത് വൻ അഴിമതി CPM നടത്തിയിട്ടുണ്ട്. ആ ഇറങ്ങിയ ഉത്തരവിൽ എത്രയാണ് കാലാവധി എന്ന് പറയുന്നില്ല, അവ്യക്തമായ തരത്തിലാണ് ആ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും കോവിഡിന്റെ മറവിൽ നടക്കുന്ന ഇത്തരം അഴിമതികളെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഗവൺമെന്റ് മനസ്സിലാക്കും. അല്ല, ഇത്ര പൊടുന്നനെ കേരളത്തിൽ 1982 മുതൽ തുടർന്നു വന്നിരിക്കുന്ന ഒരു നയമാണ് ചില്ലറ വിൽപ്പന പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാണ്. അത് മാറുന്നു. അതേതായാലും സൗജന്യമായി നൽകത്തില്ലല്ലോ. അതിനെപ്പറ്റി ഒരു അന്വേഷണം വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതേ സംബന്ധിച്ച് ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഗവൺമെന്റ് തയ്യാറായതിന്റെ പിന്നിലുള്ള രഹസ്യമല്ല. അതിന്റെ കാരണം മാത്രവുമല്ല, ഇവിടെ സെക്കൻഡ്സിന്റെ കളിയായിരിക്കും ഇനി ഉണ്ടാകുന്നത്. അത് നമ്മൾ കണ്ടില്ല എന്ന് കണ്ടില്ല. ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ്. അത്രയും എനിക്കിപ്പോൾ പറയാം. അല്ല, ഞാൻ പറയുന്നത് ഈ 20% കമ്മീഷൻ എങ്ങനെയാ അവർക്ക് കിട്ടുന്നത്? ഈ 20% കമ്മീഷൻ ഇപ്പം ബീവറേജസിന്റെ ഔട്ട്ലെറ്റിൽ വിൽക്കുന്ന മദ്യത്തിന് 20% കമ്മീഷൻ. ആ കമ്മീഷൻ പോകുന്നത് നേരെ ഗവൺമെന്റിനാണ്. ഇത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്താൽ അവർ കമ്മീഷൻ അവർക്ക് പോകും. അതിനെപ്പറ്റി ഒന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. അതെ, അതെ. കമ്മീഷൻ ഇപ്പൊ മൊത്ത വിൽപ്പനശാലയിൽ നിന്ന് വാങ്ങിച്ച ശേഷമാണ് എനിക്കിപ്പോൾ 20%. അതൊന്നും അതിനകത്ത് വ്യക്തമല്ല, വളരെ കൃത്യമായിട്ടല്ല. അല്ലെങ്കിൽ അത് പറയണമായിരുന്നു. ഔട്ട്ലെറ്റിൽ നല്ല അതിന്റെ മൊത്ത വ്യാപാരം അവിടെയുള്ള വിലയാണ്. ആ വിലയിൽ 20% കമ്മീഷൻ
ചില ഔട്ട്ലെറ്റ് ഉണ്ട്. അത് സർക്കാരിന്റെ അടക്കേ പറ്റി അതിപ്പോ വിൽക്കുന്നവർക്ക് അത് കിട്ടും. ഹോൾസെയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് കൊടുക്കുന്നില്ല. ചില്ലറ വിൽപ്പന ഔട്ട്ലെറ്റിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് വിൽക്കുന്നത് 20%. ആ 20% ഇപ്പൊ ഗവൺമെന്റിനെ കളക്ട് ചെയ്തു. ഇപ്പൊ അതാണ് ആകർഷകത. അല്ലെ പിന്നെ ഇവർ നടത്തിയിരുന്നത് അതിനെപ്പറ്റിയുള്ള തർക്കമായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. 20% വേണോ 15 വേണോ, അവസാനം ഇപ്പൊ 20 കൊടുക്കാൻ. കർണാടകത്തിൽ നിന്നടക്കം KPCC ബസ് മലയാളികളെ കൊണ്ടുവരുന്നത്. അപ്പൊ ആ യാത്രക്കാരിൽ നിന്ന് ടാക്സ് ഈടാക്കുന്നത് അവിടുത്തെ കർണാടക പ്രദേശം സൗജന്യം. ഈ കോട്ടയത്ത് ഇഷ്യൂ ഉണ്ടായത് ഒരു വാർത്ത വന്നു. അവിടെ ഈ കോട്ടയത്ത് പാലക്കാട് മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ അവിടെ വന്ന വണ്ടിയിൽ അവിടെ കൊണ്ടിറങ്ങിയിട്ട് അപ്പൊ അതിന് ഡ്രൈവറും ഒഴിവിട്ടുള്ള ആ വാർത്ത തെറ്റാണെന്ന്. അല്ല, അത് പത്രസമ്മേളനം നടത്തി അവർ തന്നെ പറഞ്ഞല്ലോ, ആരും വഴി ഇറക്കി വിട്ടിട്ടില്ല. അതിന് ആരോട് വെറുതെ പറഞ്ഞു. പോലീസും വ്യക്തമാക്കി അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. എല്ലാ ബസ്സുകൾക്കും 7 or 8 ബസ്സുകൾക്ക് കേരളത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. അതൊക്കെയല്ല അതിർത്തികളിൽ കൊണ്ടുവരുമ്പോൾ അതിർത്തികളിൽ വരെ ഉള്ളൂ. ഇങ്ങോട്ട് ഗവൺമെന്റ് പാസ് കൊടുത്തിട്ടില്ല എങ്കിൽ അവരെ നേരത്തെ അറിയാം. അപ്പൊ അവരുടെ ബന്ധുക്കളോ ഒരു ബന്ധപ്പെട്ടവരോ അവരെ കൊണ്ടുപോകും. അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തവർക്ക് അതായത് DCC ബസ് സൗകര്യം അല്ലെങ്കിൽ കാർ സൗകര്യം. കോട്ടയത്തെ പോലീസ് തന്നെ വ്യക്തമാക്കിയല്ലോ കള്ളത്തരം. അത് അവിടുത്തെ സമയം. ബുധനാഴ്ച മുതൽ മദ്യശാലകൾ തുറക്കാൻ വേണ്ടി തീരുമാനിച്ചു. ബുധനാഴ്ച മുതൽ അതായത് മറ്റന്നാൾ മുതൽ മദ്യശാലകൾ തുറക്കാൻ വേണ്ടി തീരുമാനിച്ചില്ല. പെട്ടെന്ന് ഇപ്പോൾ അത് തീരുമാനമാണ്. എങ്ങനെയാണ്? അല്ല, അത് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഞാൻ ആ ആസ്പെക്ട് അല്ലേ ഞാൻ പറഞ്ഞത്. അതിന് ആരോഗ്യ പ്രോട്ടോകോൾ പാലിച്ചൊക്കെ പോലെ ഞാൻ പറഞ്ഞത് വേറൊരു വിഷയമാണ്. അല്ല, ഇപ്പോഴത്തെ തുറക്കുന്നത് നേരത്തെയാണെന്ന് തോന്നുന്നു. തുറക്കുന്നത് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടില്ല, ആ ഘട്ടത്തിൽ തന്നെ ഈ ഘട്ടത്തിൽ തുറക്കുന്നത്. അല്ല, നേരത്തെ തുടങ്ങിയ സമയത്തുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ കൂട്ടണമെന്ന് അതിനെപ്പറ്റി ഞാൻ VD സദസ്യരുമായി സംസാരിച്ചു. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട ഒരാളും അദ്ദേഹത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. അതിനെതിരായി അദ്ദേഹം പോലീസിൽ പരാതി കൊടുത്തു. അത് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാണ് പോലീസ് ആവശ്യം. പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് ശക്തമായ നടപടി എടുക്കണമെന്നാണ് എന്റെ ആ കുട്ടിക്കെതിരെ കഴിഞ്ഞ 2 ദിവസമായിട്ട് അതിരൂക്ഷമായ ആക്രമണമാണ് കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള പരാതി. അപ്പൊ അതിലെ ആക്രമണത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കം ബന്ധപ്പെട്ടിട്ട് സംവിധാനം ചെയ്തിട്ടാണെന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടി തിരിച്ചതിന് മറുപടി നൽകിയിട്ട് അങ്ങനെ സംവിധാനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 5000 രൂപ ചിലർക്ക് വാടക വിൽക്കാൻ കഴിയുന്നത്. അപ്പൊ അത്തരത്തിലൊരു കുട്ടിക്കെതിരെ അതിന്റെ സൈബർ ആക്രമണം എന്നുള്ള വാദം ഉന്നയിക്കുമോ? അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കൂടി വാദം. എല്ലാവർക്കും വാദമാണ്. പിന്നെ ആ കുട്ടിക്ക് നമ്മൾ വീടും സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു. ആ കുട്ടി സ്നേഹപൂർവ്വം നിരസിച്ചതാണ്. അത് ആ കുട്ടി തന്നെ ഇപ്പൊ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കൊടുക്കാൻ കുവൈറ്റിലുള്ള ഒരാള് മുന്നോട്ട് വന്നാണ് സ്ഥലവും വീടും വെച്ചു. അവർ സ്നേഹപൂർവ്വം നിരസിച്ചതാണ്. വേണ്ട, അവരെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആരെയും ആക്രമിക്കുന്നത് ശരിയല്ല. അതാ ഏത് രാഷ്ട്രീയ പ്രവർത്തകരാണ് അല്ലാത്തവരാണ്. സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുക. അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവരെല്ലാവരും ആ കാര്യം ഗൗരവമായി കണക്കാക്കേണ്ടതില്ല. രാഷ്ട്രീയമായ എതിരാളികളെ ആക്രമിക്കാൻ ഞാൻ ഈ പത്രസമ്മേളനം നടക്കുമ്പോൾ പത്രസമ്മേളനം തീരണ്ട, അപ്പോൾ തന്നെ ഒരു 5000 പേർ ഇറങ്ങി എന്നെ ആക്ഷേപിക്കുന്നു. പരാതി ഒന്നുമില്ല. പ്രവാസികളുടെ കാര്യത്തിലും മറുനാടൻ മലയാളികളുടെ കാര്യത്തിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടിനോട് എങ്ങനെയായിരിക്കും? കാരണം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങളിൽ സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. വിമാനം ഇങ്ങോട്ട് അയക്കുന്നത്
ഇപ്പോഴും ദുബായിൽ ആഴ്ചയിൽ ഒരു ഫ്ലൈറ്റ് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. മറുനാടൻ മലയാളിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. കൃത്യമായ ട്രെയിനുകൾ ഇപ്പോഴും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എല്ലാ വാർത്താ സമ്മേളനത്തിലും പറയുന്നത്. കേന്ദ്ര സർക്കാരിന് അനാസ്ഥയുണ്ടോ? സംസ്ഥാന സർക്കാർ അതിന് ആർജവം കാണിക്കാത്തത്? അല്ല, കേന്ദ്രവും സംസ്ഥാനവും ഈ കാര്യത്തിൽ യോജിച്ച് നമ്മുടെ ആളുകളെ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണം. കൂടുതൽ ഫ്ലൈറ്റുകൾ കൊണ്ടുവരണം. കൊണ്ടുവരുന്ന ആളുകളെ ഇപ്പൊ തന്നെ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് എന്താ പറഞ്ഞത്? 2.5 ലക്ഷം ആളുകളെ ക്വാറന്റൈൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടെന്നാണ്. ഈ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ പോയിട്ട് വരുന്ന ആളുകൾ നമ്മളോട് വിളിച്ച് പറയുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതമുണ്ടാവും. ഒരു സൗകര്യമില്ല. 2.5 ലക്ഷം ക്വാറന്റൈൻ സൗകര്യങ്ങളുണ്ട്, എല്ലാം സജ്ജമാണ് എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഒരിടത്തും സജ്ജമാണ്. ഇപ്പൊ ആളുകൾ ഹോട്ടലിൽ അവരുടെ പൈസ കൊടുത്ത് കഴിയുന്നവർ അവർ ഹോട്ടലിൽ മുറിയെടുക്കുക. അല്ലാത്ത ആളുകൾ വലിയ പ്രയാസമാണ്. ഗവൺമെന്റ് പറഞ്ഞ 2.5 ലക്ഷം ആളുകളെ പ്രാർത്ഥിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജമാണെന്ന് പറയുന്നത് ഒരു സജ്ജീകരണവും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരം. പക്ഷെ നമ്മളെ ആളുകളെ കൊണ്ടുവരണം. അത് കൊണ്ടുവരാതിരിക്കാൻ പറ്റും.